പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിലെ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വീട് ഇല്ലാത്തവര്, ജോലി ഇല്ലാത്തവര്, ഒരു സ്ഥാപനത്തിൽ ജോലി നഷ്ടപ്പെട്ടിട്ട് ജോലിയില്ലാതെ നിന്ന് വേറെ സ്ഥാനാന്തരത്തിന് വേണ്ടി ജോലിക്ക് ശ്രമിക്കുന്നവര്, വിസ കാലാവധി കഴിഞ്ഞവര്, അത് പുതുക്കി കിട്ടാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവര്, അവരുടെ കൂടെ കൃപാസനവും അച്ഛനും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണെന്ന് ഓർത്തിട്ട് അവർ ആരെങ്കിലും ഈ ലോകത്തെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇപ്പോൾ ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അവർ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്ഥലം വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ, തൊഴിലുരുപ്പടികൾ വിറ്റുമാറാനോ അതിനെ അഭിവൃദ്ധിക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ തന്നെ കാർഷിക മേഖലകളെ കടങ്ങളും വിഷമത്തിൽ അനുഭവിക്കുന്നവരെ, കാർഷിക വരുമാനങ്ങളിലെ തകർച്ച സംഭവിക്കുന്നവരെ, മത്സ്യത്തൊഴിലാളികളെ, ആ തൊഴിൽ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരെ, ആ മേഖല അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇപ്പോൾ സമർപ്പിക്കേണ്ടതാണ്. ഒരു പ്രൊമോഷന് വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നു, ട്രാൻസ്ഫറിന് വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നു. ട്രാൻസ്ഫർ കിട്ടാത്ത കാരണം ശമ്പളം കിട്ടുന്നത് കൊണ്ട് ഒന്നും തികയാതിരിക്കുകയും കുടുംബജീവിതം പോലും ഇല്ലാതിരിക്കുകയും ചെയ്ത് വിഷമിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ കൂടെ വിദേശത്ത് താമസിക്കുന്നു, പക്ഷേ കുഞ്ഞുങ്ങളുടെ കൂടെ താമസിക്കാൻ പറ്റണില്ല. വർഷങ്ങളായിട്ട് കുടുംബം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുടെ കണ്ണുനീര് ഇപ്പോൾ പ്രാർത്ഥനയാക്കി കൃപാസനത്തിലെ മാതാവിൻ്റെ ദിവസനെ വെക്കുകയാണ്. തീർച്ചയായിട്ടും 43 ദിവസം അച്ഛൻ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ആ ദിവസത്തിനുള്ളിൽ കർത്താവ് നിൻ്റെ മേൽ കാരുണ്യം ഉണ്ടാകുകയും കർത്താവ് നിൻ്റെ ഫയൽ ഏറ്റെടുക്കുകയും കർത്താവ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ. സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളത്തിൽ നിന്റെ ജീവിത ദുരിതങ്ങളെ, ജീവിത തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വരേണമേ എന്നിൽ നിറയണമേ, വരേണമേ സൗഖ്യം നൽകണമേ. ദൈവത്തിലെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് IELTS, OET, PSC, അതുപോലെ തന്നെ ഓരോരോ പരീക്ഷ, നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ എഴുതിക്കഴിഞ്ഞവർ, ഇൻകം ടാക്സിൻ്റെ പരീക്ഷകൾ, ബാങ്ക് ടെസ്റ്റുകൾ എഴുതിക്കഴിഞ്ഞവർ, എഴുതാൻ പോകുന്നവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസമോ അതിന് യോഗ്യത ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഇതെല്ലാം ഉടമ്പടിയുടെ വിഷയങ്ങളാണ്. അതെല്ലാമേലും ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടാകും. അമ്മ മാതാ പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയിൽ നിന്നുകൊണ്ടാണ് കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയുടെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ വിഷയത്തിൽ നിന്നെ വേദനിപ്പിക്കും മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് ഓട്ടിസവും അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ ഉണ്ട്, മാതാപിതാക്കന്മാർ നരകതുല്യമായ വേദന അനുഭവിക്കുന്നവരെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് ഏൽപ്പിക്കണം. ആ കുഞ്ഞുങ്ങളെ ശ്രുതികടേ ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ 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 സൗഖ്യം നൽകണമേ. വരേണമേ
സൗഖ്യം നൽകണമേ. കടകമ്പോളങ്ങൾ നടത്തുന്നവര്, ഒറ്റയും പാട്ടത്തിനും താമസിക്കുന്നവര്, വാടകക്കാലം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നവര്, അതിൻ്റെ വേദന അനുഭവിക്കുന്നവര്, അതേസമയം തന്നെ ഇറങ്ങി തരാതെ ഇരിക്കുന്നത് കാരണം അവരെ മറ്റൊരു വിഷമിക്കുന്നവർ, ഇതിനെല്ലാം സൊല്യൂഷൻ വേണം. രണ്ട് കക്ഷികളുമുണ്ട്, അവർക്ക് രണ്ടുപേർക്കും ജീവിക്കണം. അതെല്ലാം ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന വിഷയങ്ങളാണ്. പല പല രോഗങ്ങളും മാറി മാറി വരികയും മാറാതെ നിൽക്കുന്ന രോഗങ്ങളുണ്ട്. വെള്ളപ്പണ്ട് രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, അവിടെയെല്ലാം വിശുദ്ധമായ രക്തം കർത്താവ് തളിക്കപ്പെടുന്നതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ. എന്നിൽ നിറയണമേ. സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 തിമോത്തിയോസ് 2:13. 2 തിമോത്തി 2:13 എപ്പോഴും മറന്നു പോകാതിരിക്കേണ്ട വചനമാണ്. ക്യാപിറ്റൽ വേർഡാണ്. എന്താണ് 2 തിമോത്തി പറഞ്ഞേ? 2 തിമോത്തിയോസ് 2:13. എന്താണ് വിഷയം? നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. ഇതൊരു പ്രശ്നമാണ്. ദൈവം അതാതിൻ്റെ കാലത്ത് നിങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഇനി പത്രം കൊടുക്കണമല്ല, ഇനി എന്താ, ചിലർക്ക് വിശുദ്ധി ജീവിക്കണ പോലും ഭയങ്കരമായിട്ടുള്ള ചലഞ്ചാണ്. അപ്പം അതുകൊണ്ട് അവർ ഉടമ്പടി അവസാനിക്കുമ്പോൾ ഈ ലോകത്താന്മാരാണെങ്കിലേ ലോകമാണ് ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ, ഉദരമാണ് ദൈവം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. 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 യേശുവേ നന്ദി. മഹത്വം. ഫിലിപ്പി 3:19. ഫിലിപ്പിയർ 3:19. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. അപ്പൊ അതായത് ചിലർക്ക് ഉദരമാണ് ദൈവം. അതുകൊണ്ട് എന്താ പറയും, എങ്ങനെ അപ്പോൾ ഉടമ്പടി ഇല്ലെങ്കിൽ പിന്നെ ഉപവസിക്കേണ്ട കാര്യമില്ല ബുധനാഴ്ച. അപ്പോൾ ഉപവാസത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഉടമ്പടി അവസാനിപ്പിക്കുന്നവരുണ്ട്. അവർക്കൊരു ആശ്വാസമാണ് ഉടമ്പടി തീരുമ്പോൾ. അതിൻ്റെ കാര്യം അവർ ലോകത്താന്മാരായതുകൊണ്ടാണ്. ലോകത്താന്മാരാന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ലോകത്താൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു കാലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആത്മീയത ഉള്ളവർക്ക് മാത്രമേ ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് വിഷയം. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കാര്യം ജനം ഇങ്ങനെ ദൈവം ഇങ്ങനെ ആളെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഭൗതിക മനുഷ്യനും ജഡിക മനുഷ്യനും ലൗകായിക മനുഷ്യനും ആത്മീയ മനുഷ്യനും ഒന്ന്. അപ്പോൾ ഈ ജഡിക മനുഷ്യന് ഉടമ്പടി ഒന്ന് പുതുക്കി തീർന്നാൽ അവിടെ ചുമ സ്റ്റോപ്പ് ചെയ്ത് കളയും. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ബാധ്യതകളൊക്കെ ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവസ്നേഹം ഇല്ലാതെ വിഷയസ്നേഹം ഉള്ളത് കൊണ്ടാണ് ഉടമ്പടി അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ ആരാധന. ആരാധന. യേശുവേ നന്ദി. മഹത്വം. 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 ഹല്ലേലൂയ. 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 1 കൊരിന്തോസ് 2:14-15. 1 കൊരിന്തോസ് 2:14-15.
ലൗകിക മനുഷ്യന് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ഈ ഉദരമാണ് ദൈവം എന്ന് പറഞ്ഞ ആശയമില്ല. ഭൗതിക ഉദരമാണ് ദൈവം എന്ന് പറയുമ്പോൾ തീറ്റിപ്പണ്ടാരമെന്നല്ല എൻ്റെ അർത്ഥം. ലൗകികമായ കാര്യങ്ങൾക്ക് മാത്രം ദൈവത്തെ അവലംബം വെക്കുന്ന ആൾക്കാരാണ്. വീട്, ജോലി, വിവാഹം, PR, പെൻഷൻ, വേറെ ഒന്നുമില്ല. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ആത്മീയത ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ ഉടമ്പടി പല സമയത്ത് സ്ലോ ആകാൻ കാരണം, പിത്ത പിടിക്കാൻ കാരണം എന്താ കാര്യം? ഉടമ്പടിക്ക് ഇങ്ങനെ കൊളസ്ട്രോൾ അടിക്കാൻ കാര്യം എന്താ? ഉടമ്പടി കൊളസ്ട്രോൾ അടിക്കാൻ കാര്യം ഇത് മൊത്തം ദൈവത്തെ സമീപിക്കുന്ന രീതിയുടെ കുഴപ്പമാണ്. ദൈവത്തിന് വേണ്ടി സ്വീകരിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള തന്ത്രവിദ്യയായിട്ട് ഉടമ്പടിയെ നിങ്ങൾ ന്യൂനീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആധ്യാത്മികമായ വളർച്ചയില്ലാത്തത്. ഉടമ്പടിയിലൂടെ ഈ ലൗകിക മനുഷ്യനാണ് അങ്ങനെ വളർച്ച മുറ്റി പോണത്. റോമ 8:9 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ. റോമ 8:9 ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. അപ്പൊ ദൈവം രണ്ടായിട്ടാണ് ആൾക്കാരെ തിരിക്കേണ്ടത്. എന്താണ് ജഡികരും ആത്മീയരും? ജഡികരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡികമായ കാര്യം നമ്മൾ ജഡികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികമായ നേട്ടത്തിന് വേണ്ടി മാത്രം വീട്, ജോലി, വിവാഹം, വെള്ളം, അതുപോലെ പ്രൊമോഷൻ, ഇങ്ങനെയുള്ള ജഡിക കാര്യങ്ങൾക്ക് മാത്രമേ വാവിളിക്കത്തുള്ളൂ ദൈവത്തിൻ്റെ സന്നിധിയിൽ. ആഹാരത്തിന് വാവിളിക്കണ പോലെ തന്നെയാണ് അവൻ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ വാവിളിക്കണത്. എന്തിനു വേണ്ടിയായിരിക്കും? ജഡിക കാര്യത്തിന് വേണ്ടിയായിരിക്കും. അത് കുറേ നാളായി കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാൻഡഡായി പോവും, ജഡികനായി പോവും. എന്നുവെച്ചാൽ ഇന്ന് വരെ ഇപ്പോൾ ഈ ജെയ്മി പറഞ്ഞെന്താണെന്നറിയാവോ? ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇറങ്ങണേ എന്തിനാണെന്നറിയാവോ? ഞാൻ എൻ്റെ മകനെയും കൊണ്ടാണ് ഇറങ്ങണത്. അമ്മയും മകനും കൂടി എല്ലായിടത്തും പ്രേക്ഷിത പ്രവർത്തനത്തിന് പോണത്. ഇവർക്ക് അത്യാവശ്യം ശമ്പളമുള്ള നല്ല ജോലിയുള്ള പാർട്ടിയാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മകൻ സുഖപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്ത് അവരുടെ മനസ്സിൽ കർത്താവ് ഒരു ആഗ്രഹം കൊടുത്തു. എന്താ ആഗ്രഹം കൊടുത്തു വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ 12 മണിക്കൂർ ജോലിയാണ്. 12 മണിക്കൂർ ജോലിയാണ്. ബാംഗ്ലൂരാണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 12 മണിക്കൂർ ജോലി കൊണ്ട് ഇവർ വശം കേട്ടിരിക്കുകയാണ്. കാര്യം അവരുടെ ആ സീറ്റിൽ ആ വർക്ക് ചെയ്യണ വേറെ ആരും ഇല്ലാത്ത കാരണം, കമ്പനി ഇവരെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കണ കാരണം ഇവർക്ക് വർക്ക് കൂടുതലാണ്. വർക്ക് ലോഡാണെങ്കിലും അത് കണ്ട് ഇവരുടെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിന് സമയമില്ല. അതാണ് സംഭവം. വർക്ക് ലോഡാകണമെന്ന് പറയുമ്പോൾ നമ്മളവർക്കും ഇത്തിരി ലീവ് കിട്ടിയെങ്കിൽ ഉറങ്ങാമായിരുന്നില്ല എന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെയല്ല ഇവർ പറയണത്. ഇവർ പറയണത് പ്രേക്ഷിത പ്രവർത്തനത്തിന് സമയം കിട്ടണില്ല എന്ന് പറയും. കർത്താവ്, എനിക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിന് സമയം കിട്ടില്ല. കാര്യം ഇവർ ഇവിടെ വരുമ്പോൾ ഈ ഓട്ടിസം ബാധിച്ച മകനുമായിട്ട് ഇവിടെ വരുമ്പോൾ ഇവർക്ക് ഈ ഉടമ്പടിയെക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ അവർ പറഞ്ഞ അവരുടെ ഫസ്റ്റ് റെസ്പോൺസ് ഇത് ഭയങ്കര ലോജിക്കായിരിക്കണമല്ലോ എന്നാണ് പറഞ്ഞത്. എന്താ കാര്യം? പ്രാർത്ഥനയല്ലല്ല വിഷയം. ഇവിടെ എന്താണ്? പ്രവർത്തനങ്ങളാണ് വിഷയം. പ്രാർത്ഥനയല്ല ഇവിടെ മോഡായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ്? പ്രവർത്തനങ്ങളാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. കാര്യം അത് നമുക്ക് കോൺക്രീറ്റായിട്ട് ദൈവത്തിൻ്റെ നമ്മളെ എപ്പോഴും പെട്ടെന്ന് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദൈവത്തിന് നമ്മളെ ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്താണ്? നമ്മൾ നമ്മുടെ ജീവിതം തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളെ വിശ്വാസത്തെ നീതീകരിക്കുന്ന കാരണം ഭയങ്കര സ്പീഡാണ്. അപ്പോൾ ഇവർ സ്പീഡാണെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പീഡായാൽ മാത്രമേ സ്പീഡാകത്തുള്ളൂ. ചില ആൾക്കാർ ഇപ്പം ഇവർ പറയണത്, ഇവരുടെ രീതി ഇവർ പറയണത്, ഞാൻ ആ പത്രം കിട്ടുമ്പോൾ തന്നെ പത്രം അരച്ച് കലക്കി ആദ്യം ഒന്ന് പഠിക്കും.
കണ്ട നോക്കി, അങ്ങനെയാണ് ആൾക്കാർ ജീവിക്കണത്. പത്രം കിട്ടുമ്പോൾ തന്നെ പത്രം ഞാൻ കുത്തിയിരുന്ന് വായിക്കും. ഇത് ന്യൂ അപ്ഡേഷൻസ് എല്ലാം നോക്കുമെന്ന്. സാക്ഷ്യത്തിൻ്റെ പുതിയ തലങ്ങളില്ലേ, അതെല്ലാം നോക്കും. എന്തിനാണ് അവരെ നോക്കണത്? ഈ മകനെയും കൊണ്ടുപോയിട്ട് ടൗണിൽ പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ബാംഗ്ലൂർ സിറ്റിയിൽ ഇതുപോലെയുള്ള ഗ്രൂപ്പുകളിലേക്ക് പോകും, അല്ലെങ്കിൽ കവലയിൽ പോയിട്ട് ഇവർ ജനങ്ങളോട് സംസാരിക്കും പത്രം വെച്ച്. അത് അവർ കൊണ്ടുപോകുന്ന പത്രം എന്താണ്? ഇംഗ്ലീഷ് പത്രം, കന്നഡ പത്രം. കന്നഡ അവർക്ക് അധികം പിടിയില്ല. പക്ഷേ എനിക്ക് കന്നഡക്കാരെ കിട്ടുമ്പോൾ ഞാൻ അറിയാവുന്ന കന്നഡ ഭാഷയിലും പിന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷും ഒക്കെ അവരോട് സംസാരിക്കും. അവരുടെ റിസപ്റ്റിവിറ്റി കാണുമ്പോഴേക്കും മനസ്സിലാകും എനിക്ക് ഭാഷ അത്ര നിശ്ചയമില്ലെങ്കിൽ ഞാൻ പറയണ കാര്യം അമ്മ അവർക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് അവർ സന്തോഷത്തോടെ കന്നഡക്കാർ ചോദിക്കുകയെ, നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാണോ സൂക്ഷിച്ചാണോ കേരളത്തിലൊക്കെ ജീവിക്കണതെന്ന്. കാര്യം അങ്ങനെയാണ് അവരുടെ റെസ്പോൺസ്. അതാണ് കന്നഡക്കാർ ഇവരുടെ പ്രേക്ഷിത പ്രവർത്തനം കാണുമ്പോഴേ. അപ്പോഴേ ഇവർ ചോദിക്കും ഈ മകനെയും കൊണ്ട് പോണ കാര്യം എന്താ ചോദിച്ചാൽ, മകനെ കാണിച്ചിട്ട് ഇവർ സാക്ഷ്യം പറയുകയാണ്. ഈ മകനെ കാണിച്ചിട്ടാണ് ഇവർ സാക്ഷ്യം പറയണത്. അത് പ്രൂഫാണ്. പ്രൂഫായിട്ട് അവർ കൊണ്ടു നടക്കുന്ന അതായത് അവർക്ക് ദൈവം തന്ന അനുഗ്രഹത്തെ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ച്. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തോട് നമ്മൾ ആദ്യം വായിട്ടലക്കേണ്ടി വരത്തില്ല. എന്താ കാര്യം? ദൈവം ഇവരെ കാണുന്നുണ്ടല്ലോ, ഇവർ ചെയ്യണ കാര്യങ്ങൾ. അതാണ് വിഷയം. കാര്യം ദൈവം ഇത് കാണുന്നുണ്ടല്ലോ ഇവർ ചെയ്യണ കാര്യങ്ങളെല്ലാം. ഇത്രയും തിഷ്ഠതയാണ് ഇവർ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഗുണമെന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥനയുടെ എണ്ണം കുറക്കാൻ പറ്റും. സെൻറ്റ് ജോസഫ് ചർച്ച് കുറ്റിപ്പുറം ദേവാലയത്തിൽ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2022 നവംബർ 11 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. കൃപാസനത്തെക്കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ട് എങ്കിലും അത്രമാത്രം തീഷ്ണത എനിക്കില്ലായിരുന്നു. പ്രാർത്ഥന മതിയല്ലോ എന്ന ഒരു ചിന്താഗതി മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ അനുഭവം എന്നെ ഇവിടെ എത്തിച്ചു. ഒന്നാമതായിട്ട് ഇത് എൻ്റെ മകളുടെ ഭർത്താവ്, അവളുടെ കുട്ടി, മോനിപ്പം 4 വയസ്സായി. അവന് ഉണ്ടായപ്പോൾ മുതലേ തന്നെ അസുഖങ്ങളായിരുന്നു. പക്ഷെ 9 മാസം ആയപ്പോൾ അവന് പനിച്ചു. അതിനുശേഷം അവന് ഫിക്സ് ഉണ്ടായി. പിന്നെ തുടർച്ചയായിട്ട് അവന് പനി വരികയും ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരികയും ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ പോയി. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. പക്ഷേ അവന് മാസത്തിൽ 2 പ്രാവശ്യം പനി. ആ 2 പ്രാവശ്യം എന്ന് വെച്ചാൽ 1 മാസം മുഴുവനുമാണ് അതിൻ്റെ കേട്. പനി, ഛർദി, പിന്നെ ചുമ. അത് ഈ 1.5 വയസ്സായപ്പോൾ അവനൊരു ചുമ തുടങ്ങിയിട്ട് നീണ്ട 6 മാസക്കാലത്തോളം ചുമയായിരുന്നു. രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. ഇത് കണ്ടു നിൽക്കാൻ വയ്യാഞ്ഞിട്ട് ചുമച്ച് കുട്ടി ഇങ്ങനെ കഴുത്ത് കുത്തി പോകും. ഡോക്ടേഴ്സിനും പിടുത്തം കിട്ടുന്നില്ല ഇത് എന്താന്ന് ഓർത്തിട്ട്. അവസാനം ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് ചെന്ന് അന്നും അവന് രാത്രിയിൽ പനിയും ഛർദിയും വല്ലാണ്ടുണ്ടായി. അപ്പം വിശ്വാസപ്രമാണം ചൊല്ലി അവന് ഉപ്പ് നൽകുകയും തൈലം അവൻ്റെ ജോയിൻ്റ് ഭാഗങ്ങളിലൊക്കെ തൂക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് വരെയും അവൻ ചുമച്ചിട്ടില്ല. പനിയുടെ തീവ്രത കുറച്ച് നാളത്തേക്ക് വന്നു. പിന്നീട് അത് കുറഞ്ഞ് ഇപ്പോൾ 3 മാസമായി അവന് ഒരു പനിയോ ജലദോഷമോ ഒന്നുമില്ല. പിന്നെ അവന് ഭക്ഷണത്തിന് സാധാരണ ഈ പ്രായമാകുമ്പോൾ കുട്ടികൾക്ക് രാവിലെയൊക്കെ ഭക്ഷണം കൊടുക്കാം. പക്ഷെ ഇവന് രാവിലെ കുഞ്ഞിലേ കൊടുക്കുന്ന കുറുക്കാണ് ഇപ്പോഴും കൊടുക്കുന്നത്. ആ ഭക്ഷണത്തിൽ വളരെയധികം കുറേ അലർജി ഉണ്ടായിരുന്നു. അത് ക്രമേണ ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവൻ പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് അവൻ ഇരിക്കുന്നത്. ഇത്രയും വലിയ ഒരു ദൈവകൃപ ഞങ്ങൾക്ക് തന്ന മാതാവിന് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. കാരണം ഇവൻ്റെ അമ്മ ഇവിടെ ഇല്ല. ഇവൻ്റെ അമ്മ കഴിഞ്ഞ ഡിസംബർ 28 കാനഡയിലേക്ക്
പിന്നെ സ്റ്റുഡൻറ് വിസയ്ക്ക് പോയത്. പോകുന്നില്ല എന്ന് പറഞ്ഞ്, കുട്ടിയുടെ അസുഖം കാരണം പോകുന്നില്ല എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ അപ്പോൾ എന്നെയും കൃപാസന മാതാവിനെയും അവൾ ഭാരമേൽപ്പിച്ചിട്ട് അവൾ പോയി. അതിനുശേഷം അവന് ഇതുവരെയും ഒരസുഖം വന്നിട്ടില്ല. രണ്ടാമത്തെ നിയോഗം എൻ്റെ ഉടമ്പടിയുടെ നിയോഗം എന്താണെന്ന് വെച്ചാൽ, മോൻ്റെ അമ്മ എൻ്റെ മകൾക്ക് പ്രഗ്നൻ്റായ ആ സമയം മുതൽ ദേഹം മുഴുവനും അരിമ്പാറ, നെറ്റിയിലും മുഖത്തും കൈയും കാലും എന്ന് വേണ്ട എല്ലായിടത്തും ചെറിയ ചെറിയ അരിമ്പാറകളും വലിയ അരിമ്പാറയും വരുമായിരുന്നു. ആകെ വൃത്തികേടായിട്ട് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി കുറേയൊക്കെ കരിച്ചു കളഞ്ഞു. ചില ഭാഗങ്ങളിൽ ലേസർ ചെയ്തു. ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ വീണ്ടും മറ്റൊരു ഭാഗത്ത് വരിക. അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക്. പക്ഷേ ഞാൻ നിയോഗം വെച്ച് ഇത് പ്രാർത്ഥിച്ചു. ഇപ്പോൾ 3 മാസമായി അവളുടെ ശരീരത്തിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല. അവളെന്നെ എല്ലാം വീഡിയോ കോൾ വിളിച്ചിട്ട് എല്ലാം കാണിച്ചു തന്നു. ഒന്നുമില്ലമ്മേ, എല്ലാം മാഞ്ഞുപോയി എന്ന് പറഞ്ഞു. അത് ദൈവമാതാവ് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞങ്ങൾ 1000 നന്ദി പറയുന്നു. ഇനി ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനിവിടെ വരാൻ എന്നെ ഇവിടെ എത്തിച്ചത് എൻ്റെ മകൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ മകൻ കാനഡയിലാണ് ഉള്ളത്. അവൻ 5 വർഷത്തോളമായി പോയിട്ട് 2021 മെയ് 15 അവൻ്റെ വിവാഹമായിരുന്നു. കോവിഡ് കാലമായതിനാൽ അവൻ വന്ന് 1 മാസത്തിന് മാത്രം ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. തിരിച്ചു പോയി കഴിഞ്ഞ എൻ്റെ മകൻ വേറൊരു മകനായിരുന്നു. അവൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യില്ല, വിളിക്കില്ല. 7 മാസങ്ങൾക്ക് ശേഷം അവൻ്റെ വൈഫും പോയി. വൈഫും അവിടെ ചെന്നതിന് ശേഷം അവൻ്റെ ഫോൺ നമ്പർ മാറ്റി. യാതൊരു വിധത്തിലും അവനെ കിട്ടുന്നില്ല. 5 മാസക്കാലം ഞാൻ കണ്ണീരോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് പ്രയോജനം കിട്ടിയില്ല. എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണേ, എൻ്റെ മകനെ എന്നെ വെറുക്കല്ലേ. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ല. അതാണധികം. അങ്ങനെ വിഷമിച്ച് ഞങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് തോന്നി ഈ പ്രാർത്ഥനയൊന്നും എനിക്ക് ഫലം നൽകുന്നില്ല. കൃപാസനത്തിൽ വന്ന മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്താൽ മാത്രമേ എനിക്ക് അതിന് പ്രയോജനമുള്ളൂ നിർത്തും. അങ്ങനെ ഞങ്ങളിവിടെ വരികയും അന്ന് ഞങ്ങൾ ട്രെയിനിന് വന്നിട്ട് ഒരു വീട്ടിൽ താമസിച്ചിട്ടാണ്, മലപ്പുറത്ത് നിന്ന് വരണ്ടേ. അങ്ങനെ ആ വീട്ടിൽ താമസിക്കുന്ന അന്ന് ഇവിടെ എത്തിയിട്ടില്ല. എൻ്റെ മകൻ എന്നെ വിളിച്ചു. എനിക്ക് അവൻ വിളിച്ചപ്പോൾ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. എൻ്റെ ചങ്കിടറിപ്പോയി. അങ്ങനെ ആ മോനെ സുഖമാടാ ഇങ്ങനെ മാത്രം വെച്ചിട്ട് ഞാനിങ്ങനെ കൃപാസനത്തിൽ വന്നതാ എന്ന് മാത്രം പറഞ്ഞിട്ട് എനിക്ക് വെക്കേണ്ടി വന്നു. കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അത്രമാത്രം വേദന ഞങ്ങളുടെ കുടുംബം അനുഭവിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് വളരെ കുറച്ച് മാത്രമെങ്കിലും അവൻ സംസാരിക്കുമായിരുന്നു. പിന്നെ അവനൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടി ഉണ്ടായതിൻ്റെ ശേഷം പിന്നെ ഇപ്പോൾ ഞങ്ങൾ വിളിക്കുകയും കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ അവൻ്റെ സിസ്റ്ററിനോട് അവൻ മിണ്ടില്ലായിരുന്നു. എന്താ കാരണമെന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല. കാരണമുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പരിഹാരം കണ്ടെത്താമായിരുന്നു. പക്ഷെ അവൻ്റെ സിസ്റ്ററെ കാനഡയിൽ ചെന്നിട്ട് അവൻ വരികയോ അന്വേഷിക്കുകയോ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ അവൻ ഒന്നും ചെയ്തില്ല. അവളുടെ സുഹൃത്തുക്കളാണ് അവനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കുകയും എല്ലാം ചെയ്തത്. അവസാനം അവൾ 2-3 പ്രാവശ്യം വിളിച്ചിട്ട് പോലും എന്നെ വിളിക്കണ്ട എന്നാണ് അവൻ പറയുന്നത്. കുട്ടി ഉണ്ടായതിൻ്റെ ശേഷം കാണാതെ ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞ് 2 കൽപ്പിച്ച് അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിൽ വരണ്ട എന്ന് വരെ പറഞ്ഞു. എങ്കിലും വേണ്ടില്ല. ആ സമയങ്ങളിൽ ഞാൻ രാത്രിയാണ്, ഇവിടുത്തെ രാത്രിയാണ്. ആ രാത്രി സമയത്ത് ബൈബിൾ എടുത്ത് വായിച്ച് എൻ്റെ മകളിൽ നിന്ന് നല്ലൊരു ന്യൂസ് എനിക്ക് കേൾക്കി തരണമേ എൻ്റെ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ബൈബിൾ വായിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അവൾ വിളിച്ചു, അമ്മേ അനിയൻ വന്നു, അവൻ എന്നെ കൂട്ടിക്കൊണ്ട് പോയി, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിന് നൽകി. ഞങ്ങളുടെ കുടുംബം എല്ലാം കൊണ്ടും തകർന്ന് മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം വിഷമിച്ച് ആൾക്കാരുടെ മുമ്പിൽ പോയി ജനങ്ങളുടെ മകൻ്റെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല. ഞങ്ങൾക്കൊരു വിവരവും ഇല്ല.
പിന്നെ എങ്ങനെ ഞങ്ങൾ പറയും? അങ്ങനെ വിഷമിച്ച് ദുഃഖം ഉള്ളിലൊതുക്കി ഞങ്ങൾ വിഷമിച്ച് കഴിയുന്ന ഞങ്ങൾക്ക് മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ സന്തോഷകരമായൊരു ജീവിതം നയിക്കാൻ തന്ന മാതാവിനും തിരുക്കുമാരനും ഞങ്ങൾ 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നാട്ടിലേക്ക് വരുന്ന കാര്യം പറയുമ്പോൾ എൻ്റെ മകൻ എന്തിനാ വരുന്നേ, എന്ത് നാട് എന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ എൻ്റെ മകൻ ഏപ്രിൽ 20 വരണം, ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷവാനായിട്ടിരിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ലിപ്സി, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാളയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഓഗസ്റ്റ് 27 മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ തന്ന അനുഗ്രഹത്തിന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യമാണ്. 8 വർഷമായി എൻ്റെ മകൾക്ക് സ്കിൻ അലർജിയുണ്ട്. പല ഡോക്ടർമാരെയും കാണിച്ചിട്ട് ഒരു കുറവുണ്ടായില്ല. 2021 പകുതി എത്തിയപ്പോഴാണ് ലാസ്റ്റായിട്ട് ഞങ്ങളൊരു സ്കിൻ ഡോക്ടറെ കാണിച്ചത്. അതൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവളുടെ ബ്ലഡിൽ അലർജി കണ്ടമാനം ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു 8 മാസം ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു 12 അലർജിയുടെ ഇഞ്ചക്ഷൻ വരെ എൻ്റെ മകൾക്ക് ചെയ്ത്. ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും ആ ഇഞ്ചക്ഷൻ്റെ ഡോസ് കഴിഞ്ഞപ്പോൾ തുടങ്ങി അവൾക്ക് പിന്നെയും ചൊറിച്ചലും, മേത്തൊക്കെ ആണെങ്കിൽ നിറച്ച് കറുത്ത കുരുക്കളും കറുത്ത പാടുമാണ്. കൈയുടെ ഷോൾഡറുമേയും പുറത്തും തൊടയമേയൊക്കെ ഭയങ്കര കുരുക്കളും കറുത്ത പാടുമായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് എൻ്റെ മോളുടെ സ്കിൻ അലർജി മാറാൻ വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിൽ നിന്ന് അവൾക്ക് രോഗസൗഖ്യം കിട്ടി. അവൾക്ക് ഞാൻ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ, നേർച്ച ഉപ്പ് ഉടമ്പടി വെള്ളത്തിലിട്ട് കൊടുക്കുകയും തൈലം അവളുടെ പുറത്ത് പറ്റി വിശ്വാസപ്രമാണം ചൊല്ലി പുറത്ത് പറ്റി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവളുടെ സ്കിൻ അലർജി പൂർണ്ണമായിട്ട് മാറുകയും ചൊറിച്ചലും ശരിക്കും മാറി മാതാവ് അനുഗ്രഹിച്ച്. രണ്ടാമത്തെ നിയോഗം എനിക്ക് ഞങ്ങളുടെ സ്ഥലക്കച്ചവടം നടത്തി കിട്ടിയതിൻ്റെ പേരിൽ 6 വർഷമായി ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാൻ നോക്കണേ. സ്ഥലത്തിന് വഴിയും ഉണ്ട്, റോഡ് സൈഡിലുള്ള സ്ഥലമാണ്. പക്ഷെ അത് ഒരിക്കലും വിറ്റു പോണില്ല. 6 വർഷമായിട്ട് നോക്കിയിട്ട് ഉടമ്പടിയിൽ വെച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ആ സ്ഥലം വിറ്റുപോയത്. ഞാൻ അവിടെ ചെന്ന് വിശ്വാസപ്രമാണം ചൊല്ലി നേർച്ചൊപ്പിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, ഫെബ്രുവരി മാസം ലാസ്റ്റ് ഞങ്ങളുടെ സ്ഥലം കച്ചവടമാക്കി തരണമെന്നും അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഫെബ്രുവരി ലാസ്റ്റ് കച്ചവടം നടക്കുകയും കരാർ എഴുതുകയും ചെയ്തു. അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. മൂന്നാമത്തെ നിയോഗം ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത നിയോഗമാണ്. എൻ്റെ മൈഗ്രെയിൻ തലവേദന 35 വർഷമായിട്ടുള്ള മൈഗ്രെയിൻ തലവേദനയാണ് എനിക്ക് ബസ് യാത്രയും ചെയ്യാനും പറ്റില്ല, വെയിൽ കൊള്ളാനും പറ്റില്ല. അപ്പം എനിക്ക് ഭയങ്കര തലവേദനയാണ്. യാത്ര ചെയ്യുമ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയെ കൊണ്ട് ഒരു രക്ഷയുണ്ടാവില്ല. പിന്നെ കുറച്ച് നേരം വണ്ടിയിൽ യാത്ര ചെയ്ത ഛർദിയും ഒക്കെയാണ് എനിക്ക്. അതുകൊണ്ട് ഒട്ടും എനിക്ക് പുറത്തേക്ക് പോകാനും പറ്റില്ല, വെയിൽ കൊള്ളാനും പറ്റില്ല. ഞാൻ ഉടമ്പടി തൈലമൊക്കെ ഇട്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മൈഗ്രെയിൻ തലവേദന മാറുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു.